അപ്പോൾ ഗൈസ് നിധീസ് വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിധീസ് വ്ലോഗ്സ് നിധിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടും സ്വസ്ഥതയിലും സമാധാനത്തിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അല്ലറ ചില്ലറ അത്ഭുത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. ആക്ച്വലി എവിടെ നിന്നാണ് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. നമ്മുടെ എല്ലാ ഭാഗവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കണേ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കർട്ടൻ പോലെയൊക്കെ തൂക്കിയതാണ് കേട്ടോ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഓക്കെ. പിന്നെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നേക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്നതാണ് കേട്ടോ. നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിന് പോയി വന്നു. അപ്പോൾ അപ്പോഴാണ് ഓർത്തത് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. എന്താ വീഡിയോ എന്ന് വെച്ചാൽ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു കുട്ടി മൂക്കുത്തി കളക്ഷന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ അടുത്ത് ആകെ 2ഉം 4ഉം ഒരു 6 മൂക്കുത്തി കഷ്ടി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ മൂക്കുത്തിയാണ്. ഈ മൂക്കുത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നുവെച്ചാൽ മാറ്റാറില്ല ഞാൻ അങ്ങനെ. ഈ മൂക്കുത്തി ഇതാണ് എനിക്ക് കംഫർട്ടായിട്ട് എപ്പോഴും തോന്നുന്നത്. അല്ലാണ്ട് ഒരുപാട് വലിയ മൂക്കുത്തികൾ ഞാൻ ഉപയോഗിക്കാറില്ല. എൻ്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മുഖമാണ്. അപ്പോൾ വലിയ മൂക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആരെങ്കിലും പറയുന്നതല്ല, എനിക്കിങ്ങനെ തോന്നുന്ന ഒരു കാര്യം അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ വലിയ മൂക്കുത്തി ഇട്ട ചിലവർ പറയാറുണ്ട് രസമുണ്ടെന്ന് പറയും. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. ഞാൻ തന്നെ സംതൃപ്തിയാണ്. എനിക്കിഷ്ടമല്ലാണ്ട് മറ്റൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ ഈ മൂക്കുത്തി തന്നെയാണ് വെക്കാറ്. പിന്നെന്താന്ന് വെച്ചാൽ നമ്മള് റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് 2-3 മൂക്കുത്തികൾ എനിക്ക് വേറെ ഉണ്ട്. അപ്പൊ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൂക്കുത്തി തന്നെയാണ്. അപ്പൊ എൻ്റെ മൂക്കുത്തിയുടെ പെട്ടി കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത് കേട്ടോ. ഇതാണ് എൻ്റെ മൂക്കുത്തി ബോക്സ്. കുട്ടി മൂക്കുത്തി ബോക്സ് ആണ്. അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാന്നല്ല, എത്ര മൂക്കുത്തി ഉള്ളതെന്ന് കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് ഇത്രയും മൂക്കുത്തികളാണ് ആകെ ഉള്ളത്. ഇതിപ്പോ ഇത്രയും പറയുമ്പോൾ ആകെ 4-5 ഉള്ളൂ കേട്ടോ. അതൊക്കെ അതിൻ്റെ സ്റ്റഡും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് വീണിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ്. ഓക്കെ. പറഞ്ഞാലേ ഈ മൂക്കുത്തി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എന്നുവെച്ചാൽ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൂക്ക് കുത്തണേ കേട്ടോ. മൂക്ക് കുത്തി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയില്ലേ. മൂക്ക് കുത്തിയിട്ട് അന്ന് ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പുറത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ കുറെ TV-യിലൊക്കെ കുറെ സിനിമയിലൊക്കെ ഇങ്ങനെ നമ്മുടെ സിനിമാ നടിമാരൊക്കെ മൂക്കുത്തി കണ്ടിട്ടാണ് അന്ന് മൂക്കുത്താൻ പോണത്. അന്നൊന്നും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള മൂക്കുത്തികൾ ഇല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും മൂക്കുത്തി ഇല്ല. അന്നൊക്കെ പറഞ്ഞാൽ നാടൻ ലുക്കിനാണ് മൂക്കുത്തി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോ അത് ഭയങ്കര സ്റ്റൈലിഷ് ആയി മാറി. അപ്പൊ അന്ന് ഇങ്ങനെ +2 പഠിക്കുമ്പോൾ ഞാൻ കുത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ മുഖം ഒരു തമിഴച്ചായ പോലെയൊക്കെ തോന്നി കേട്ടോ. എന്തൊക്കെയോ തമിഴച്ചായ ഒരു ലുക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അത് അഴിച്ചു മാറ്റി. പിന്നെ എനിക്ക് ഇതേപോലെ മൂക്കുത്താനുള്ള ആഗ്രഹം ഇങ്ങനെ വന്നു. അത് എൻ്റെ കല്യാണ സമയത്താണ്. വീണ്ടും ഞാൻ അന്ന് കുത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് കുത്തി ഞാൻ ഇവിടെ വന്ന് ഒരു 2 ദിവസത്തിനുള്ളിൽ അതും ഞാൻ അഴിച്ചു മാറ്റി. അപ്പോഴും എനിക്ക് ഈ തമിഴച്ചായ മണത്തോട്ടോ. പക്ഷെ അത് കുത്തുന്നു അഴിച്ചു മാറ്റുന്നു, വീണ്ടും കുത്തുന്നു അഴിച്ചു മാറ്റുന്നു. ഇത് ഞാൻ എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി മൂക്കുത്താമായിരുന്നു എന്നിട്ട് ഞാൻ കുറെ അതൊക്കെ ഇട്ട് തിരിച്ചു നോക്കി നോക്കും. പക്ഷെ ഭയങ്കര വേദനയാവില്ലേ, നമുക്ക് ഓട്ടയൊക്കെ അടഞ്ഞു പോയിണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഇരുന്ന് ഈ മൂക്കുത്തി കുത്തുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിന് മുമ്പേ വീണ്ടും ഞാൻ നമ്മുടെ അടുത്ത് കുത്തി തരുമെന്ന് പറഞ്ഞിട്ട് കുറെ പിന്നാലെ നടന്നു. പക്ഷെ ഒരു രക്ഷ ഉണ്ടായില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യമൊക്കെ അന്നൊക്കെ ചാർജ് എത്ര 200-150 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ അന്ന് അമ്മ എനിക്ക് 2 പ്രാവശ്യം കുത്തി തന്നു. ഇനി സുല്ല് എന്ന് പറഞ്ഞിട്ട് ഇനി പിന്നെ കുത്തി തരുകയേ ചെയ്തില്ല. ഇനി കുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു. അപ്പൊ പിന്നെ ആ 2 പ്രാവശ്യം കൊണ്ട് മതിയാക്കിയിട്ട് പോരുകയാണ് ചെയ്തത്. അങ്ങനെ കേട്ടോ. അപ്പോൾ എന്നിട്ട് കുത്തിയതാണ് ഈ മൂക്കുത്തി. ഇത് പിന്നെ ഞാൻ ഇതുവരെ അഴിച്ചിട്ടില്ല. ഇപ്പൊ ഭയങ്കര ട്രെൻഡായി. ഇപ്പൊ എല്ലാവർക്കും മൂക്കുത്തി വേണമെന്നായി. അപ്പൊ പിന്നെ നമുക്കൊരു സ്റ്റൈലിഷും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് അഴിക്കാണ്ട് വെച്ചിരിക്കുകയാണ്.
അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസുകൾ. ആകെ ഒരു 4-5 മൂക്കുത്തി ഉണ്ടാവും കേട്ടോ, അത്രേ ഉള്ളൂ. അതും ഞാൻ എപ്പോഴൊന്നും ഉപയോഗിക്കാറുമില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഇതിലുണ്ട്. ഫസ്റ്റത്തെ മൂക്കുത്തി ഇതാണ് കേട്ടോ. ആണെന്നുണ്ടോ? ഇതാണ് നല്ല രസമുള്ള ഒരു സംഭവം കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ സൈഡിലൊക്കെ പിങ്ക് സ്റ്റോൺ ആയിട്ട് നല്ല രസമുള്ള ഒരു റൗണ്ട് മൂക്കുത്തിയാണ്. പക്ഷെ ഇത് കുറച്ച് വലുതാണ്. എനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നും. എൻ്റെ ഒരു കുഞ്ഞി മുഖം. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആന പോലെ ഇരിക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് എന്താന്ന് വെച്ചാൽ ഇതിന്റെ കാല് കുറച്ച് തടി കൂടുതലാണ്. അപ്പൊ എൻ്റെ മൂക്കിന്റെ ഹോളാണെങ്കിൽ ഭയങ്കര കുഞ്ഞിതാണ്. അപ്പൊ ഇതെനിക്ക് ഇറക്കുമ്പോ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്ക്. അപ്പൊ ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിങ്ങനെ ഒരു ചന്തത്തിന് എടുത്ത് വെച്ചേക്കാട്ടാ. പിന്നെ നമുക്കുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണേ. ഇത് കണ്ടോ, ഈ സംഭവം ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂക്കുത്തില്ല. എൻ്റെ സെക്കൻഡ് സ്റ്റഡ് ഇങ്ങനത്തെയാണ് ഈ സാധനം കേട്ടോ. അതൊക്കെ നമുക്ക് ഇട്ട് കാണിച്ചു തരാം ഞാൻ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടം. ഇതിന്റെ കാല് കുറച്ച് കട്ടിയാണ്, പക്ഷെ ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കുകയാണ് പതിവ് കേട്ടോ. അതെനിക്ക് ഇഷ്ടമുള്ള കാരണം ഇത് ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഒരു വൈറ്റ് മൂക്കുത്തി, വൈറ്റ് സ്റ്റോണിന്റെ മൂക്കുത്തി കേട്ടോ. ഇതിനേക്കാളും കുറച്ച് വലുത്. ഇത് ഗോൾഡ് ആണ്, ഇതും ഗോൾഡ് ആണ്. പക്ഷെ ഞാൻ ആദ്യം കാണിച്ചത് ഗോൾഡ് അല്ല. പിന്നുള്ളത് നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുള്ള ഈ റിംഗ് ടൈപ്പ് മൂക്കുത്തിയാണ്. റിംഗ് ടൈപ്പ്. ഇത് ഗോൾഡല്ല കേട്ടോ. ഇതും എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലുതായി തോന്നുന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക്. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വിചാരിച്ചു വെക്കലല്ല കേട്ടോ, അത് അങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ ഭയങ്കര വലുതായി തോന്നും, മുഖം ഇങ്ങനെ വലുതായി തോന്നും. അപ്പൊ എനിക്ക് മുഖം ഇങ്ങനെ വലുതായി തോന്നുമ്പോ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു മൂക്കുത്തി കേട്ടോ, റൗണ്ട് മൂക്കുത്തി. ഇതില് പക്ഷെ ഇതൊന്നുമില്ല, എന്താ സ്റ്റോണുകള് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പ്ലെയിൻ ആണ് കണ്ടോ, ഇങ്ങനെ ആക്ഷൻ വരുന്ന പ്ലെയിൻ ആണ്. പ്ലെയിൻ മൂക്കുത്തി കേട്ടോ. നിങ്ങള് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. ഇവിടെയൊക്കെ എന്താ കുച്ചറായിട്ടിരിക്കുകയാണ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 മൂക്കുത്തികൾ. നെക്സ്റ്റ് ഇതാ ഈ ഒരു സംഭവം, ഈ ഒരു മാങ്ങേന്റെ ഷേപ്പിലുള്ള ഈ ഒരു മൂക്കുത്തി, അതേപോലെ തന്നെ ഈ റൗണ്ടിലുള്ള ഈ മൂക്കുത്തി. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ സാരി കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ഒക്കെ പെയർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ മൂക്കുത്തി. അതേപോലെ തന്നെ ഈ മൂക്കുത്തിയും, ഈ രണ്ടെണ്ണം അടിപൊളിയാണ്. രണ്ട് സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇതുപോലെ തന്നെ ഒരു റെഡ് കളറിൽ ഒരു മൂക്കുത്തി ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ ചങ്കീരികളാ വരുന്നത്. അപ്പോൾ ഈ റെഡ് കളറിലുള്ള മൂക്കുത്തി ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമാണ്. ഇതേപോലെ തന്നെയാണല്ലോ. എനിക്കിതിൽ കുറച്ചൊരു ഇഷ്ടമല്ലാത്ത സാധനം ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതിന്റെ ഈ കാല് കുറച്ച് വലുതാ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിച്ചത്. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നതാണോ അതോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞു തരണം കേട്ടോ, എങ്ങനെയാണ് ഇരിക്കണേ. നിങ്ങൾക്കും ഇതേപോലെ മൂക്കുത്തി കളക്ഷൻസുകൾ ഉണ്ടോ? മൂക്കുത്തി ഇടാൻ ഇഷ്ടമുള്ളവരാണോ? മൂക്കുത്തി കുത്താൻ ആഗ്രഹിക്കുന്നവരാണോ? ആഗ്രഹം ഉള്ളതാണെങ്കിൽ എന്തായാലും പോയി കുത്തിക്കോട്ടോ. ഭയങ്കര നല്ല നമ്മുടെ മുഖത്തിന്റെ ഒരു വ്യത്യാസം മൂക്കുത്തിയിൽ നല്ലോണം എടുത്ത് കാണിക്കും. എനിക്ക് മൂക്കുത്തി ഒരു ദിവസം ഇടാണ്ട് പോയാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ പാർലറിൽ പോകുമ്പോൾ ഞാൻ അഴിച്ചു വെക്കാറുണ്ട്. അതേപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അഴിഞ്ഞു പോയി അങ്ങനെയൊക്കെ ഇടാണ്ട് നമ്മൾ പിന്നെ പുറത്തു പോകില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു
എന്തോ പോലെ തോന്നും മുഖം. അയ്യോ മൂക്കുത്തിയില്ല മൂക്കുത്തിയില്ല മൂക്കുത്തിയില്ല, ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ അടുത്തായിട്ട് ഈ മൂക്കുത്തിന്റെ കാലും പോയിണ്ടായിരുന്നു കേട്ടോ. കാലല്ല, ശങ്കീരി എൻ്റെ അടുത്ത് ഊരി പോയിണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് മൂക്കുത്തി കാണാണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എല്ലായിടത്തും തിരയുന്നു, പോയ വഴിയൊക്കെ നടന്നു പോയി നോക്കുക, വണ്ടിയിൽ നോക്കുക, അങ്ങനെ ഭയങ്കരമായ തെരച്ചില്ലായിരുന്നു. ലാസ്റ്റ് എൻ്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എൻ്റെ കാല് കിട്ടിയിട്ടാ. അപ്പോഴാണ് ഒരു സമാധാനമാണ്. നമുക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനല്ലേ. അങ്ങനെ അപ്പൊ ഇത്രയാണ് എൻ്റെ മൂക്കുത്തി ഐറ്റംസ്. ഇതേണ്ടിരിക്കുന്ന മൂക്കുത്തി ഐറ്റംസ്. അയ്യോ, ഇത്രയാണ് മൂക്കുത്തി. നമുക്ക് ഓരോന്നായിട്ട് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ മുക്കുത്തി കളക്ഷൻസുകൾ കേട്ടോ. ലാസ്റ്റ് ഞാൻ ഈ സാധനം ഇട്ടപ്പോൾ എനിക്ക് സംതൃപ്തിയായി, സമാധാനമായി. എൻ്റെ മുഖത്ത് എന്തൊക്കെയോ ആഡംബരങ്ങളൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് കളക്ഷൻസിൽ വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് മൂക്കുത്തിയാണ് ഇഷ്ടമായി എന്നുള്ളത് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് ഏത് മൂക്കുത്തിയാണ് ചേരുന്നതെന്ന് പറയണം. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ഒരു വ്ളോഗോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയോ മറ്റോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ പറയാണ്. ടാറ്റ, ബൈ ബൈ, സി യു.